ഫൈനലി നമുക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ. എന്തായാലും ടിക്കറ്റ് എടുത്തു. അകത്തേക്ക് കയറാനുള്ള സമയം തന്നിരിക്കുന്നത് 5:30 ആണ് കേട്ടോ. 5:30 കയറിയിട്ട് 6:15 തിരിച്ചിറങ്ങുന്നതാണ്. അത് പ്രശ്നമില്ല, എത്ര സമയത്ത് ഇറങ്ങിയാലും പ്രോബ്ലം ഇല്ല. 5:30 ആണ് പറഞ്ഞത്. ഇപ്പോൾ 3:00 ആയതേ ഉള്ളൂ. ഇനി സമയം ഒത്തിരി ഉണ്ട് കേട്ടോ. 3:00 ഈ വെയിൽ അവിടെ കാണുന്നത് കേട്ടോ. ഇറ്റലിയിൽ 9:30 മണിക്കാണ് മഗ്രിബ് ബാങ്ക് വിളിക്കുക. അതായത് സന്ധ്യ ആവുക കേട്ടോ. അത്രയ്ക്കും പകല് കൂടുതലാണ്, രാത്രി തീരെ കുറവാണ്. ആൾക്കാർ ആവശ്യം പോലെ പേര് അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്തായാലും ഞാനും പോയി ട്രൈ ചെയ്യാൻ പോവുകയാണ്. അവർ കയറ്റി വിടുന്നുണ്ടെങ്കിൽ ഞാൻ കയറി പോകും. എനിക്ക് തോന്നുന്നില്ല അവർ കയറ്റി വിടുമെന്ന്. ഞാനൊന്ന് പോയി നോക്കട്ടെ. അവിടേക്ക് പോയി നിന്ന് നോക്കാം. ഒത്തിരി പേര് നിൽക്കുകയാണ് കേട്ടോ. കയറ്റി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കറങ്ങി ഭക്ഷണം കഴിച്ചു വരാം. അപ്പോഴത്തേക്കും നമ്മുടെ സമയമാവും, നമുക്ക് അതിൽ കയറാം. ഇപ്പോൾ തൽക്കാലം അവിടെ പോയി ഒന്ന് നിന്ന് നോക്കാം ലൈനിൽ. പക്ഷേ ദർ ഈസ് നോ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ കയറ്റി വിടാൻ സാധ്യതയില്ല. ഇവിടെ നിൽക്കാം ലൈനിൽ. പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സമയം 5:30 ആണ്. ഇപ്പോൾ 3 മണി സമയമായിട്ടുള്ളൂ. 2.5 മണിക്കൂർ മുമ്പ് കയറ്റി വിടില്ല. എന്തായാലും അതിനകത്തേക്ക് പോകാൻ കുറേ സമയം എടുക്കും. ഇവിടെ നിന്ന് ഒരു 2-3 ആൾക്കാരെ സ്കാനിങ്ങും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞാലേ അകത്തേക്ക് കയറി പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. എൻ്റെ ഫോണിൻ്റെ കവറിനോട് ചേർത്താണ് വെച്ചു. ഇവരൊക്കെ ബുക്ക് ചെയ്ത് വന്ന ആൾക്കാരാണ്. അത് കാരണം അവരെ കയറ്റി വിടും. എന്നെ കയറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കൊടുത്തു നോക്കുന്നു ഈ ലേഡിയെ. അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒന്ന് കാണിച്ചു നോക്കാം. പക്ഷേ അവരെന്നെ അനുഭവിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. ഞാൻ ദേ ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങേണ്ടി വന്നു. എന്തായാലും പുറത്തേക്ക് പോവാം. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നു. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് കുറച്ച് നേരം സമയം കളയാലോ. അതിനോടത്ത് നമുക്ക് പോയിട്ട് ലഞ്ചും കഴിക്കാം. പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള വെസ്പ സ്കൂട്ടേഴ്സ് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അവിടെ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഒത്തിരി പേര് അതിനകത്ത് കയറി ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ലഗേജ് കാരിയറൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. ലഗേജ് കാരിയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹെൽമെറ്റ് വെക്കാനുള്ള പ്ലേസ് ആണ് കേട്ടോ ബാക്കിൽ. ഒരു സ്കൂട്ടർ വാടകയ്ക്ക് എടുത്തിയാൽ അതിൻ്റെ കൂട്ടത്തിൽ 2 ഹെൽമെറ്റും അവർ ഫ്രീ ആയിട്ട് തരും. ഇവിടെയൊക്കെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞാൻ ആ റെസ്റ്റോറൻറ്റുകളൊക്കെ നോക്കി. അവിടെ എല്ലാം മദ്യം അവൈലബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ്. അത് കാരണം ഞാൻ പിന്നെ അത് ചൂസ് ചെയ്തില്ല. എന്തായാലും നോക്കാം, എവിടെയെങ്കിലും കഫ്റ്റീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് കയറുന്നതായിരിക്കും നല്ലത്. ലൈറ്റായിട്ട് ലഞ്ച് എന്തെങ്കിലും കഴിക്കാം. അത്ര ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. പിന്നെ അതുപോലെ സ്ട്രീറ്റിലെ കാഴ്ചകളും കുറച്ചൊക്കെ കാണാം. ഇവിടെയൊക്കെ ബൈക്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആവശ്യം പോലെ വെച്ചിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് എടുത്ത് അവിടെ എല്ലാം കറങ്ങിയിട്ട് എവിടെയാന്ന് വെച്ചാൽ വെച്ചാൽ മതി. അല്ല തിരിച്ചു കൊണ്ടുപോകണമെന്നൊന്നുമില്ല. മറ്റുള്ള നാട്ടിലെ പോലെ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്യണമെന്നൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് എവിടെ വേണ്ട അവിടെ അങ്ങ് വെച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് പോവാം. ഇവിടെയൊക്കെ നല്ല ഗ്രൂപ്പുകൾ ഒത്തിരി വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട്. കാലാവസ്ഥ നല്ലതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ചെറിയ ഈ സൂര്യന്റെ ചൂട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചൂടെന്ന് പറയാനില്ല. 3 മണി സമയമാണ്. നമ്മുടെ നാട്ടിലെ ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് 11 മണി പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാം ബൈക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടുത്തെ റോഡുകൾ ഞാൻ ഇങ്ങനെ ടാറിട്ട റോഡ് കണ്ടില്ല കേട്ടോ. ഈ സിറ്റിയിൽ എല്ലായിടത്തും റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർലോക്ക് കണക്കാണ്. ഇന്റർലോക്ക് അല്ല അത്, പക്ഷെ ഒരു ടൈലാണ് പതിച്ചിരിക്കുന്നത് റോഡിലെല്ലാം. ഇവിടെ കാണുന്നത്, ഇവിടെ ടാറ് കാണുന്നുണ്ട്. ഞാൻ പോയ സ്ഥലത്തൊക്കെ നേരത്തെ എല്ലായിടത്തും ഇന്റർലോക്ക് പോലെ സിസ്റ്റം ആയിരുന്നു. അതായത് ആ ടൈല് വെച്ചതായിരുന്നു. ഇവിടെ ടാർ റോഡ് കാണുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഒന്നുകൂടെ നടന്ന് അങ്ങോട്ട് പോകാം. ഇവിടെയൊക്കെ സൈഡിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ആൾക്കാരൊക്കെ ആവശ്യം പോലെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മ്യൂസിയത്തിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. എനിക്ക് ടിക്കറ്റ് കിട്ടിയാൽ അകത്ത് കയറാനുള്ള ഭാഗ്യം എന്തായാലും ഉണ്ട്. ഇനി നമുക്ക് 5 മണിക്കുള്ളത് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് കയറാൻ നോക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കയറേണ്ടതെന്ന് പറയുമ്പോൾ അതിനോട് അനുബന്ധിച്ച സ്ഥലങ്ങളാണ്.
കൊളോസിയത്തിനോടനുബന്ധിച്ചാണ് റോമൻ ഫോറം. റോമൻ ഫോറത്തിൽ ഒത്തിരി സമയം എടുക്കും കേട്ടോ. വളരെ വലുതാണ് റോമൻ ഫോറം. അപ്പൊ അവിടെ കേറിയിട്ട് ഇറങ്ങുമ്പോ എനിക്ക് തോന്നുന്നു രാത്രിയല്ല, സന്ധ്യ ആയാലും ഒരു 9, 9:30 മണിയൊക്കെ ആവുമായിരിക്കും അവിടുന്ന് ഇറങ്ങുമ്പോ. ഇവിടെ ഇപ്പം ഈ കൊളോസിയത്തിനകത്ത് വലിയ സംഭവങ്ങളൊന്നും കാണാനില്ല. അതിന്റെ ഉള്ളിൽ കേറി ആ ഒരു ഓപ്പൺ എയർ തിയേറ്റർ കാണുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കാര്യം. പക്ഷെ അതിനകത്ത് കുറച്ച് കിടങ്ങുകളൊക്കെ ഉണ്ട്. ആ കിടങ്ങിലൊന്നും ഇപ്പൊ ആളിനെ കയറ്റി വിടില്ല. അപ്പൊ അത് കാരണം നമുക്ക് മേളിൽ നിന്ന് താഴോട്ടൊരു വ്യൂ കിട്ടും. അത്ര മാത്രം തന്നെ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, ഈ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ. അത് എന്തായാലും ജസ്റ്റ് നമുക്ക് കണ്ടിട്ട് പോവാം. ഞാനിങ്ങനെ റെസ്റ്റോറന്റ് തിരക്കി നടക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ റെസ്റ്റോറന്റ് ഉണ്ട്, പക്ഷെ ഞാൻ നോക്കുന്നത് ബൂഫിയോ അല്ലെങ്കിൽ കഫ്തേരിയോ ആണ്. അപ്പൊ അവിടെ നിന്നാകുമ്പോൾ പെട്ടെന്ന് ആഹാരം കഴിച്ചു കൊണ്ടുവരാമല്ലോ. അവിടെ ഒരുവിധം റെഡി ആയിട്ടൊക്കെ ഉണ്ടാവും ആഹാരം. അപ്പൊ അതായിരിക്കും നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പെട്ടെന്ന് കഴിച്ചുകൊണ്ട് വരാൻ പറ്റുക. മറ്റുള്ള സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം താമസിക്കും കിട്ടാൻ വേണ്ടി. ചൂടാണെങ്കിലും ആൾക്കാർ തണുപ്പത്തുള്ള തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കാറ്റടിച്ച് ചെവിക്കകത്ത് കയറാതിരിക്കാൻ വേണ്ടി. എല്ലാരും സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. ഈ ഗല്ലികളിനകത്തേക്ക് കയറുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ശരിക്കും ഇതാണ് ബൈക്കും സ്കൂട്ടറും ഒക്കെ ഇങ്ങനെ വാടകയ്ക്ക് എടുക്കാൻ പറ്റും. അതെ, ഇവിടെ ഒരു കഫ്തേരിയ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് നോക്കാം കേട്ടോ. ആഹാരം നമുക്ക് പറ്റിയതുണ്ടോ എന്ന് നോക്കാം. ഇവിടെ കൂടുതലും പിസ്സ, ക്രോസന്റ് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഭക്ഷണം കൂടുതലും. പിന്നെ അതല്ലാതെ നമുക്ക് വേറൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവിടുത്തെ മീറ്റ് ഏത് മീറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിക്കൻ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ചിക്കനും ആണെന്ന് പറയും, നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും. മറ്റെന്തെങ്കിലും മീറ്റാണോ എന്ന് നമുക്കറിയില്ല. കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. എന്തായാലും ഞാൻ എത്തി. ഒരു ചെറിയൊരു കഫ്തേരിയ കണ്ടു, അവിടെ ഓർഡർ ചെയ്തു. ഒരു പിസ്സ ആണ് ഓർഡർ ചെയ്തത്. പിസ്സയുടെ ഹാഫ് പോർഷൻ ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഞാൻ വാങ്ങി ഇങ്ങനെ ടേബിളിൽ വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഞാൻ എൻ്റെ റെക്കോർഡിങ്ങിനുള്ള മൊബൈലും മറ്റുള്ള ഇതൊക്കെ ചാർജ് ചെയ്യാൻ അവിടുന്ന് ഒരു അവസരം കൂടി അവിടെ ഉണ്ടായിരുന്ന ആ ലേഡി ഇരുന്ന് ചോദിച്ചു വാങ്ങി. അവിടെ ഇത് നടത്തുന്നത് ഒരു അമ്മയും മകളുമാണ് കേട്ടോ. നല്ല ബിസിനസ്സാണ്. കുറേ ആൾക്കാർ, ചെറിയൊരു ഷോപ്പ്, ഒരു 5-6 സീറ്റേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ വെളിയിലാണ് ആൾക്കാർ നിൽക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വെളിയിൽ സീറ്റിംഗ് ഇല്ല, നിന്നുകൊണ്ടൊക്കെ ആൾക്കാർ കഴിക്കുന്നുണ്ട്. അവർ പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എന്തായാലും വാങ്ങി ടേസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റ് ആട്ടോ, നല്ല നല്ല ഫുഡായിരുന്നു. വെള്ളവും വാങ്ങി, ഒരു പിസ്സയുടെ ഹാഫ് പോർഷൻ വാങ്ങി കൂടി കഴിച്ചു. എന്തായാലും നമുക്ക് രാത്രി വരെ നിൽക്കാനുള്ളതല്ലേ. 9 മണി വരെ, 9, 9:30 മണി വരെ എന്തായാലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് റൂമിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ 9:30 കഴിഞ്ഞ് ഇവിടെ പിന്നെ ഒരു ജനങ്ങളും ഉണ്ടാവില്ല റോഡിൽ. പുറത്തുള്ള ജനങ്ങളൊക്കെ കഴിയും. എന്തായാലും ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടി നടന്ന് വീണ്ടും കൊളോസിയത്തിന്റെ അടുത്തേക്ക് തന്നെ വരാം. കുറച്ച് റോഡിൽ തിരക്കുണ്ട്. ഒരു റോഡിൽ കൂടെ തന്നെ ഒരു ഡ്രാം വരുന്നുണ്ട്, കണ്ടില്ലേ? ഡ്രാം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് റോഡിൽ. ഡ്രാമിലൊന്നും അങ്ങനെ ആൾക്കാർ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലും ഈ ടൂറിസ്റ്റ് ബസ്സാണ് പ്രിഫർ ചെയ്യുന്നത്. ഡ്രാം കണ്ടില്ലേ? അടിപൊളി ഡ്രാമ കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കണ്ട ഡ്രാം പഴയ ഡ്രാമായിരുന്നു. ഇത് അടിപൊളി ഡ്രാമാണ് കേട്ടോ. പുതിയതാണെന്ന് തോന്നുന്നു. പുതിയ ക്വാളിറ്റി ഉള്ള നല്ല നല്ല സാധനം. എന്തായാലും നമ്മൾ ഡ്രാം കണ്ടു. നമ്മൾ ഡ്രാമിൽ ഇനി കയറി ഒരു വീഡിയോ എടുക്കണം. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും നമുക്ക് എടുക്കണമല്ലോ. നമ്മൾ ഇതുവരെയും ഡ്രാമിനകത്ത് കയറിയിട്ടില്ല. ഞാനൊരു അന്നത്തെ ഒരു ദിവസം മാത്രം രാവിലെ നമ്മുടെ ബംഗാളി ഫ്രണ്ടിന്റെ കൂട്ടത്തിൽ പോയപ്പോഴത്തേക്കും ഒന്ന് ഡ്രാമിൽ കയറി. അതൊരു പഴയ ഡ്രാമായിരുന്നു. അതിന്റെ ബാക്കിലെ ഡോറിന്റെ അവിടെ മാത്രം ഇങ്ങനെ നിന്നു. അകത്തേക്ക് കയറാൻ തന്നെ പറ്റിയില്ല. അങ്ങനെ ഡ്രാം കണ്ടിട്ട് അതിന്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ട് എന്നെ. ഇവൻ ആദ്യമായിട്ടാണ് ഡ്രാമ കാണുന്നുള്ള ആ രീതിയിലാണ് ജനങ്ങൾ എന്നെയും ശ്രദ്ധിക്കുന്നത്. റോഡിന്റെ നടുവിൽ കൂടെ തന്നെയാണ് ഡ്രാമും പോകുന്നത് കേട്ടോ. ആർക്കും ഒരു തടസ്സമൊന്നുമില്ല. എന്തായാലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും നടക്കുകയാണ്. വീണ്ടും ആ മെയിൻ ഗേറ്റിൽ തന്നെ നമ്മൾ വന്നാലല്ലേ പറ്റുള്ളൂ. അവിടെ നിന്ന് മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഒരു റൗണ്ട് ഏതാണ്ട് നടക്കാനുണ്ട്.
നല്ല സീനറിയാണ് കേട്ടോ. നല്ല ഗ്രീനറിയാണ്. അവിടെ എല്ലാം കാണുന്നത് നല്ല ഗ്രീനറി. ഇവിടെ ഈ തണുപ്പും ഇങ്ങനെയുള്ള കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും ഇവിടുത്തെ വൃക്ഷങ്ങളൊന്നും കരിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ടത് സൗദി അറേബ്യയില് തണുപ്പടിച്ചു കഴിഞ്ഞാൽ വൃക്ഷങ്ങളുടെ ഇലകളെല്ലാം കരിഞ്ഞു പോകും. ഇവിടെ പക്ഷെ അങ്ങനെ ഒരിതില്ല. ഒരു കൂൾ ഇതാണ്. പക്ഷേ നല്ല തണുപ്പ് കൂടുന്ന സമയങ്ങളും ഉണ്ട്. എന്നാലും വൃക്ഷങ്ങളൊന്നും കരിയുന്നില്ല. ബസ്സുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ ടൂറിസ്റ്റുകളെയും കൊണ്ട്. ദേ അതുപോലെ ഇവിടുത്തെ പോലീസ് എപ്പോ നോക്കിയാലും സൈറൻ മുഴക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഓടിച്ചോണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് നമുക്കറിയില്ല. ശരിക്കുണ്ട്. ഞാനും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സിഗ്നൽ വീണു. ഇനി ഞാൻ അപ്പുറത്തേക്ക് പോവാണ്. നമ്മുടെ മുന്നിൽ കാണുന്നത് കൊളോസിയമാണ്. അപ്പുറത്തെ ഗേറ്റിൽ പോയാലേ ഇനി കൊളോസിയത്തിനകത്തേക്ക് ഇറങ്ങി നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇങ്ങനെ നടക്കുകയാണ്. ജനങ്ങളൊക്കെ നടന്ന് നടന്ന് തളർന്ന് ഇങ്ങനെ വരികയാണ്. ചിലരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് വെള്ളം മേടിക്കാനും അതിനും ഇതിനുമൊക്കെ ആയിട്ട് വരികയാണ്. ഇവിടെ കൊളോസിയത്തിനകത്ത് ഷോപ്പുകളൊന്നുമില്ല. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് കൊളോസിയത്തിന്റെ വീഡിയോയുമായിട്ട് ഞാൻ നാളെ വരും വീണ്ടും. അതുവരേക്ക് ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ.